ഭാരതീയ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിനെ അപഹസിച്ച് CPM. കാസർഗോഡ് ബന്ധടുക്ക സരസ്വതി വിദ്യാലയത്തിൽ നടന്ന ഗുരുപൂജയെയാണ് CPM അപഹസിച്ചത്. വിദ്യാർത്ഥികൾ അധ്യാപകരുടെ കാലിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതാണ് CPM വികലമായി ചിത്രീകരിച്ച് വിവാദമാക്കിയത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, എന്താണ് സംഭവിച്ചത്? എന്നാൽ അതിനെ എങ്ങനെയാണ് CPM ചിത്രീകരിച്ചത്? കൃഷ്ണരാജ്, ഇന്നലെ ഗുരുപൂർണിമ ദിവസമായിരുന്നു. ഇത്തരത്തിൽ സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിരവധി വിദ്യാലയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിദ്യാലയങ്ങളിലെല്ലാം തന്നെ ഗുരുപൂർണിമ ആഘോഷം വലിയ രീതിയിൽ തന്നെ വിപുലമായി തന്നെ ആഘോഷിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് കാസർഗോഡുള്ള ബന്ധടുക്കയിലെ സരസ്വതി വിദ്യാലയത്തിലും ഗുരുപൂർണിമ ആഘോഷിച്ചത്. ഇതിൻ്റെ ഭാഗമായി അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു. ഈ സ്ഥാപനം സരസ്വതി വിദ്യാലയത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നത്. ഈ സ്ഥാപനം കഴിഞ്ഞ 28 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 28 അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും വിരമിച്ച അധ്യാപകരെയാണ് ആദരിച്ചത്. അവരെ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് ഉപഹാരങ്ങൾ നൽകുന്നതുമെല്ലാം തന്നെ ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ ചടങ്ങിൻ്റെ ഭാഗമായി നടത്തിയ കുട്ടികൾ ഈ ഗുരുവിൻ്റെ കാൽക്കൽ അല്ലെങ്കിൽ പാദത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ ചടങ്ങിനെയാണ് ഇപ്പോൾ CPM വലിയ രീതിയിൽ വികലമായി ചിത്രീകരിക്കുന്നത്. ഗുരുവിൻ്റെ പാദം കഴുകുന്നു അല്ലെങ്കിൽ അധ്യാപകരുടെ പാദങ്ങൾ കഴുകുന്ന രീതിയിലേക്ക് തരം താണ ഒരു പ്രവർത്തനമാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന രീതിയിൽ വ്യാപകമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം CPM പ്രവർത്തകരും DYFI നേതാക്കളും അടക്കം അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, കൃത്യമായി തന്നെ വിവിധ വിദ്യാലയങ്ങളിലും മുൻപ് അടക്കം ഇത്തരത്തിൽ വിദ്യാലയങ്ങളിൽ ഗുരുവിനെ ആദരിക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ മുൻപ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പല ഇടങ്ങളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഒരു സാംസ്കാരിക മൂല്യം ഇല്ലാതാകുന്ന ഒരു ശിവദാസിലേക്ക് വരാം. ഈ പരിപാടിയുടെ രക്ഷാധികാരി അഡ്വക്കേറ്റ് കരുണാകരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കരുണാകരൻ, അവിടെ നടത്തിയത് അത് എല്ലാ വർഷവും ഉള്ളത് തന്നെയല്ലേ? എല്ലാ വർഷവും നടത്തുന്നതാണ്. ഗുരുപൂർണിമ ദിനത്തിൽ ഗുരുക്കന്മാരെ ആദരിക്കുക, വന്ദിക്കുക എന്നുള്ള പരിപാടി വിദ്യാലയം ആരംഭിച്ച 1997 മുതൽ നടത്തി വരുന്ന പരിപാടിയാണ്. 27 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണിത്. ഇത് ഈ വിവാദം മുൻപുണ്ടായിട്ടില്ലല്ലോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇത്തവണയും പരിപാടി പങ്കെടുത്ത ആരും തന്നെ പരാതി പറഞ്ഞിട്ടില്ല. ഇത്തവണ ഏതാണ്ട് 30ഓളം അധ്യാപകരെ, അതും ആ പ്രദേശത്തെ കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് സരസ്വതി വിദ്യാലയം. അവിടെ യാതൊരു ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആ പ്രദേശത്ത് പല വിദ്യാലയങ്ങളിൽ നിന്നായിട്ട് വിരമിച്ച വളരെ മുതിർന്ന എല്ലാവരും ആദരിക്കുന്ന അധ്യാപകരെ കണ്ടെത്തി വിദ്യാലയത്തിൽ കൊണ്ടുവന്ന് ഇത്തവണ നടത്തിയ പരിപാടിയാണ്. അവരും പരിപാടിക്ക് ശേഷം വളരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത രക്ഷിതാക്കള്, അതേപോലെ കുട്ടികള്, കമ്മിറ്റിക്കാര് എല്ലാവരും വളരെ നല്ല ഇന്ന് വരെയും ഈ നിമിഷം വരെയും ഒരു പരാതിയും ആ വിദ്യാലയത്തിന്റെ ഒരു ഭാഗത്തുനിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ശ്രീ അഡ്വക്കേറ്റ് കരുണാകരൻ, അതായത് ഈ പുതിയ കാലത്ത് പ്രിൻസിപ്പളിന് കുഴിമാടം വെട്ടുന്നവർ, ആ കസേരയിൽ റീത്ത് വയ്ക്കുന്നവർ, പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിച്ചു കളയുന്നവർ, അവർക്കൊക്കെ ഈ മൂല്യം എങ്ങനെ മനസ്സിലാവാനാണ്, അല്ലേ? അല്ല, അതാണ് പ്രശ്നം. ഭാരതീയ പാരമ്പര്യത്തിന്റെ മഹത്വം എന്താണ്, അതിന്റെ ഗന്ധം പോലും അറിയാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായിട്ട് ഇത്തരം പരിശ്രമം നടത്തുന്നത്. ഈ വിദ്യാലയം ഉൾപ്പെടെ ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ സത്കീർത്തിയെ അവഹേളിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം നടത്തുന്ന ഒന്നായിട്ടാണ് ഇത് തോന്നുന്നത്. ശരി, അപ്പോൾ ഈ ഗുരുപൂജയെ അവഹേളിച്ചവർക്കെതിരെ, അപമാനിച്ചവർക്കെതിരെ, അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ മൂല്യത്തെ തള്ളിപ്പറഞ്ഞവർക്കെതിരെ എന്തെങ്കിലും നടപടിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ? നടപടിയിലേക്ക് പോകുന്നതിന് ഞങ്ങളൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കാരണം വളരെ നിന്ദ്യമായിട്ടുള്ളൊരു ആരോപണമാണ്. നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഈശ്വര തുല്യമായി കാണുക, അതേപോലെ അവരുടെ പാദം തൊട്ട് വന്ദിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അത് മാത്രമാണ് ഈ വിദ്യാലയത്തിൽ നടന്നത്. മാത്രമല്ല, ഒരു കുട്ടി പോലും ഈ പറഞ്ഞ ഗുരുനാഥന്മാരുടെ കാല് കഴുകുകയോ പൂജിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് അവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തി അവരുടെ പാദം തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങാണ് അവിടെ നടന്നത്.
ഈ മഹത്വത്തെക്കുറിച്ച്, ഇതിന്റെ മഹത്വം അറിയാത്ത ആളുകളാണ് അവിടെ പാദപൂജ ചെയ്തു, കുട്ടികളെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അപവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്താണെന്നുള്ളത് പിന്നീട് തീരുമാനിക്കും. ശരിയാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. മാതാപിതാ ഗുരു ദൈവം, നമ്മൾ ആദരിക്കേണ്ടവരുടെ പട്ടിക നമ്മൾ തന്നെ ആവർത്തിച്ച് പറയുന്നവരാണ്, ആ സംസ്കാരം പിന്തുടരുന്നവരുമാണ്. പിന്നെ ഈ അവഹേളിക്കുന്നവർക്ക് എന്താണ് പ്രശ്നം? ആ കുട്ടികൾക്ക് പ്രശ്നമില്ല, അത് സംഘടിപ്പിച്ചവർക്ക് പ്രശ്നമില്ല, അധ്യാപകർക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് പ്രശ്നം? അതെ, സമൂഹത്തെ തന്നെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയി ഇവരുടെ ഒരു തത്വശാസ്ത്രത്തെ നിലനിർത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് ഇത്തരം ഗുരുചിന്ത ഉണ്ടാവുക, ഗുരു പാരമ്പര്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഇന്ന് സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരം കൂടിയാണ്. അതുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് കരുണാകരൻ, അതായത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു വിവാദം ഉണ്ടാക്കുന്നു. അതായത് നമ്മുടെ സംസ്കാരത്തെ ഏതു വിധത്തിലും ചോദ്യം ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ അവഹേളിക്കുന്നവർക്ക്. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണല്ലോ ഇപ്പൊ എതിർപ്പായിട്ട് രംഗത്ത് വരുന്നത്. പിടിച്ചു വെക്കാൻ വേറെ ഒന്നുമില്ല അവർക്ക്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ നോക്കുന്നത്. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കരുണാകരൻ പ്രതികരിച്ചു. അദ്ദേഹം ആ പരിപാടിയുടെ രക്ഷാധികാരിയാണ്. ശിവദാസ്, അതാണ് ചോദ്യം. അതായത് ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പ്രശ്നമില്ല, പുഷ്പാർച്ചന നടത്തിയവർക്ക് പ്രശ്നമില്ല, അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ്, അത് നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ? നമ്മെ പഠിപ്പിച്ചു വിട്ട അധ്യാപകരെ എവിടെ വെച്ച് കണ്ടാലും ഒന്ന് അടുത്തു ചെന്ന് ഒന്ന് വണങ്ങുക എന്നത് നമ്മുടെ ഒരു മര്യാദയുടെ ഭാഗമാണ്. ആ മര്യാദയില്ലാത്തവർ ഇങ്ങനെ പെരുമാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കരുതിയാൽ മതിയോ? തീർച്ചയായും അതുതന്നെയാണ് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മുതിർന്നവരെ ആദരിക്കുക, അതോടൊപ്പം തന്നെ അധ്യാപകരെ എല്ലാം ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം തന്നെയാണ് ഈ സ്കൂളിലും ഇപ്പോൾ നമ്മൾ കണ്ടത്. കൃത്യമായി തന്നെ ഇന്നലെ ഗുരുപൂർണിമ ദിനം കൂടിയായിരുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ ഗുരുപൂർണിമ ദിനത്തിൽ ഗുരുവിനെ ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് അത് അതിൻ്റെ ഭാഗമായി തന്നെ സംഘടിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് ഇത് സരസ്വതി വിദ്യാലയമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ പലപ്പോഴും സംഘടിപ്പിക്കാറുണ്ട്. കൃത്യമായി തന്നെ മുതിർന്നവരെ ആദരിക്കുക, അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെ ആദരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക എന്നുള്ളതെല്ലാം തന്നെ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വിദ്യാലയത്തിലും ഇപ്പോൾ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ കുഴിമാടം ഉണ്ടാക്കിയ ആ വിദ്യാർത്ഥികൾ ഉണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ കസേരയുടെ കാല് വെട്ടിയ സംഭവം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അരാജകമായ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം ഇവിടെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അത്തരത്തിലുള്ള ചില ആളുകൾ കൂടിയാണ്, അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കുന്ന സംഘടന കൂടിയാണ്. പ്രത്യേകിച്ച് CPM-ഉം DYFI-യും ആണ് ഇത് വലിയൊരു വിവാദമാക്കി മാറ്റിയിരിക്കുന്നത്. ഇത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളെ മോശമായി തരം താണ രീതിയിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ്, സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തെ വലിയ രീതിയിൽ അവർ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി തന്നെ ഭാരതീയ സംസ്കാരത്തെയും മൂല്യങ്ങളെയും കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ ഭാഗം മാത്രമായാണ് മുൻകാലങ്ങളിൽ അടക്കം ചെയ്തതുപോലെ തന്നെ ഇത്തവണയും ഈ വിദ്യാലയത്തിൽ ഈ രീതിയിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുതന്നെയാണ് നമ്മളോട് നേരത്തെ സംസാരിച്ച ഇതുമായി ബന്ധപ്പെട്ട ഈ അധ്യാപകനും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ വിവാദമാക്കാനാണ് ഇപ്പോൾ CPM-ഉം അതോടൊപ്പം തന്നെ DYFI-യും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി സാംസ്കാരിക മൂല്യത്തെയും പാരമ്പര്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്കൂൾ കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കൃഷ്ണരാജ്, ശരിയാണ്. നമ്മൾ അധ്യാപകർക്ക് നൽകുന്ന പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് കുട്ടിക്കാലത്ത് ഒരുപക്ഷെ അച്ഛനേക്കാൾ അമ്മയേക്കാൾ അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അധ്യാപകരെയാണ്. അവരെ ആദരിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് ചെയ്യുന്നവർ ചെയ്യട്ടെ, അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കെന്താണ് പ്രശ്നം എന്ന ചോദ്യമാണ് അവഹേളിക്കുന്നവരോട് സമൂഹത്തിന് ചോദിക്കാനുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.